ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പാസ്റ്റർ ഷമീർ കൊല്ലം ഒരു വീഡിയോ ഇടുകയുണ്ടായി. പയറും അത് തന്നെ ഫയറും തീയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജാഗ്രത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ കാണുവാനായിട്ട് ഇടവന്നു. അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അദ്ദേഹം എന്തിനാണ് നമ്മളോട് ജാഗ്രത എന്ന് പറഞ്ഞതിന് എന്താണ് കാര്യമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി കുറച്ചു നേരം ആ വീഡിയോ ഒന്ന് പ്രദർശിപ്പിക്കാം. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. മറുപടിയോ എന്നതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളെന്ന് പറയുന്ന കുറച്ചാളുകളെ കുറിച്ച് വളരെ സഹതാപവും സങ്കടവും തോന്നുകയാണ് ഉണ്ടായത്. ഏതാണ് ആ വീഡിയോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. റൈസൻ തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഫയർ വിങ്സ് എന്ന് പറയുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ് കേരളത്തിൽ ഉടലെടുത്തു. ആ കൾട്ട് ഗ്രൂപ്പിന്റെ ഒരു ആസ്ഥാന വക്താവായിരുന്നു റൈസൻ തോമസ്. റൈസൻ തോമസിനോടൊപ്പം ഫിന്നി സ്റ്റീഫൻ, ബിജി അഞ്ചൽ, പിന്നെ ആ കാലഘട്ടത്തിലെ കുറച്ച് പാസ്റ്റർമാരെന്ന് പറയുന്ന കുറെ ആളുകൾ അവർ ചേർന്നുകൊണ്ട് കേരളത്തിലൊരു പുതിയ തീ കത്തിപ്പടരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകും. അത് ദൈവം അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടാണ്, ദൈവം കൊടുത്ത ദർശനമാണ്, ദൈവം കൊടുത്ത പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫയർ വിങ്സ് എന്ന പേരിൽ രംഗത്ത് വന്നു. ആ കാലഘട്ടങ്ങളിൽ ശരിയായ വചന പഠനത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ നന്നായി തെറ്റിച്ചുകൊണ്ട് പോകുവാൻ, നരകത്തിലെ തീയുടെ വക്താക്കളാക്കി അവരെ മാറ്റുവാൻ അത്യാവശ്യം നന്നായി ഈ കൾട്ട് ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. Rebecca, my first daughter. I'm seeing one of them. I'm seeing like a wedding happening this November. There is in the name of Jesus. Rebecca also. Rebecca, my first daughter. I'm seeing one of them. I'm seeing like a wedding happening this November. There is in the name of Jesus. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം വളരെയധികം വിഷമിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം വിഷമിക്കുന്നത് എനിക്കറിയില്ല. കാരണം എല്ലാവരോടും ജാഗ്രത പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ജാഗ്രതപ്പെടുന്നത്? കാരണം ഈ പറയുന്ന ഈ ഫയർ ആൻഡ് വിങ്സിന്റെ ആൾക്കാരെല്ലാം ഒരു കാലത്ത് ബെന്തിക്കോസുകാരായിരുന്നു. അവര് വെള്ള ഡ്രസ്സും അതുപോലെ തന്നെ ആഭരണം ഉപയോഗിക്കാതെ ഇവരുടെ കൂടെ നടന്ന ആൾക്കാർ തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെ വിട്ടുപോയവർ തന്നെയാണ്. അവർ അപ്പോസ്തല പ്രവൃത്തികളുടെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലെ അത്ഭുതങ്ങളും ഒക്കെ കണ്ടിട്ട് അവർ അവരുടേതായ രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം അവർ തുറന്നു. അപ്പോ ഷമീർ കൊല്ലം പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും പഴയ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ആ പഴയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം നിൽക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹം മാറിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഇടയിൽ നിന്ന് പോയ ആൾക്കാരെ കുറിച്ചാണ് അദ്ദേഹം വിഷമിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ ആഭരണം ഇടാനും വെള്ള ഷർട്ട് ഇടയിലും ഒന്നും, അവർക്ക് വെള്ള ഡ്രസ്സ് ധരിക്കുന്നു ഒന്നും അവർക്ക് എന്താണ് അത് മാത്രമല്ല വിശ്വാസം അല്ലെന്ന് അവർ മനസ്സിലാക്കി കടന്നുപോയവരാണ് അവർ. അല്ലെന്ന് പാസ്റ്റർക്ക് പറയാൻ ഒക്കുവോ? ഒരിക്കലും പറയാൻ ഒക്കത്തില്ല പാസ്റ്ററെ. പിന്നെ എന്തിനാണ് പാസ്റ്റർ ഈ ജാഗ്രത പറയുന്നത്? നിങ്ങളുടെ സഹോദരന്മാരാണ് അവര്. കാരണം നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയവരെ, നിങ്ങൾക്ക് വീണുപോയ സഹോദരന്മാരെ എന്ത് ചെയ്യണം? അവർ തിരിച്ചു കൊണ്ടുവരേണ്ട കർമ്മം കൂടിയുണ്ട്. നിങ്ങളൊരു ദൈവദാസനാണ്, നിങ്ങൾക്ക് അതിന് കഴിയണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളതിന് പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടരുത്. ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ ഇടാൻ പാടില്ല.
കാരണം ജാഗ്രത എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പൊ എല്ലാവർക്കും ഇത് വൈറലാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നും ഇതിനകത്തെ കള്ളത്തരങ്ങളും ഒക്കെ ആളുകൾ പഠിച്ചുപോയി. ആളുകൾക്ക് ഇതെല്ലാം അറിയാം. കാരണം ഇതെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഷമീർ കൊല്ലം പാസ്റ്ററെ, നിങ്ങൾ അത് മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ വന്ന് നമ്മളോട് ജാഗ്രത, എല്ലാവരും ജാഗ്രത, എന്തിനാണ് ജാഗ്രത ചെയ്യുന്നത്? ഇതിങ്ങനെ പോയി കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതിനകത്ത് എല്ലാ കള്ളത്തരങ്ങളും ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ വരികയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ആരും ജാഗ്രതപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ്? ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. പുറമേ ഉള്ളതൊന്നും ദൈവം നോക്കാറില്ല. ഹൃദയങ്ങളെ, ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിനറിയാം ആരെയൊക്കെ. ഇപ്പൊ മോശയെ തെരഞ്ഞെടുത്ത ദൈവത്തിനറിയാം അവന് ഇസ്രായേലിനെ ഒരു കാലത്ത് നയിക്കേണ്ടവനാണ് എന്ന് അറിയാം. അപ്പോ ദൈവം കണ്ടതിനെ ദൈവം എന്ത് ചെയ്യും? അവസാനം വരെ കൊണ്ടുപോകും. അതുകൊണ്ട് ഷമീർ കൊല്ലം പാസ്റ്റർ, ഞങ്ങൾക്കാർക്കും ജാഗ്രത തരേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. കള്ളപ്രവാചകന്മാർ വരും. ഇതൊക്കെ ബൈബിളിലും ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നിറവേറപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം പാഷ ആൾക്കാരോട് പറയുകയാണ് ജാഗ്രതയോടെ ഇരുന്നാലും, ഞങ്ങളോട് പറയുകയാണ് യൂട്യൂബിൽ വന്നിട്ട് ജാഗ്രതയോടെ ഇരിക്കുക. എന്താണ് ജാഗ്രതയോടെ ഇരിക്കേണ്ടത്? കാരണം അവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയവർ തന്നെയാണ്. കാരണം നിങ്ങൾ, അതുപോലെ തന്നെ കണ്ണൂരുണ്ടായിരുന്ന സജിത് ബ്രദർ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു, കാരണം അയാൾ തിരിച്ചു വരും എന്നൊക്കെ വിഷമത്തോടെ നിങ്ങൾ വീഡിയോ ഇട്ടു. ആദ്യമൊക്കെ അദ്ദേഹം ഇവിടെ അത്ഭുത രോഗശാന്തി ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താണ്? നിങ്ങൾ പറഞ്ഞു അയാള് ഭയങ്കര കള്ളപ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് 10 വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ ഇടുന്നുണ്ട്, അതെനിക്കറിയാം. കാരണം എല്ലാവരെയും നിങ്ങൾ വിമർശിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. കാരണം എല്ലാം നിങ്ങളുടെ സഹോദരന്മാരായിരുന്നു, നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയവർ തന്നെയായിരുന്നു ഇതെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്താപിച്ചിട്ട് കാര്യമില്ല. ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ആരും ആ ഒരു ജാഗ്രത ആരും തുണയ്ക്കണം നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഇതിങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങളോട് പറയുന്നതിനിടയാക്കിയതിനായിട്ട് ദൈവനാമത്തിൽ നന്ദി ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.